സ്വാമിയേ ശരണമയ്യപ്പ. വേദിയിലുള്ള മഹാമണ്ഡലേശ്വർ, ആനന്ദവനം ഭാരതി മഹാരാജ്, മറ്റ് മഹാത്മാക്കളെ, സദസ്സിലുള്ള സനാതനധർമ്മ വിശ്വാസികളെ, സ്വാഭിമാന ഹിന്ദുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇത്രയും മഹത്തായ വ്യക്തിത്വങ്ങൾ നിരന്നിരിക്കുന്ന ഈ സദസ്സിൽ ഇത് മതിയോ? ഈ വേദിയിൽ ഈ മതിയോ സദസ്സ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് മറ്റൊരു മതത്തിൻ്റെ ഒരു പരിപാടിയാണ് ഇവിടെ നടന്നതെങ്കിൽ ഇത്രയൊന്നും വേണ്ട, ഒരു ആചാര്യൻ വന്നാൽ മതി. ഈ ഹാള് മാത്രമല്ല, ഇതിന് പുറത്തും എല്ലാ ആൾക്കാരും നിറഞ്ഞു കവിയും. അതൊരു ക്രിസ്ത്യാനിയുടെ ആയാലും ഇസ്ലാമിൻ്റെ ആയാലും അത് തന്നെയാണ് അവസ്ഥ. ഇവിടെയാണ് നമ്മുടെ ഹിന്ദുക്കൾക്ക് ഏറ്റവും വലിയ അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ വരേണ്ട ആരാണ്? ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നവർ കൂടുതലും ഒരു 50 വയസ്സിന് മുകളിലുള്ളവരാണ്. കൂടുതലിവിടെ വരേണ്ടതാരാണ്? ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാരാണ്? പുതിയ തലമുറയാണ്. അവർ ഇതിൽ നിന്നെല്ലാം അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയെങ്കിലും ജാഗരൂകരായില്ലെങ്കിൽ ഹിന്ദുമതം ഏറ്റവും പ്രചാരത്തിലുള്ള ഭാരതത്തിൽ സ്വാഭിമാന ഹിന്ദുവായി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നാളെ വന്നുകൂടായികയില്ല. ഇന്നലെ തന്നെ കാശ്മീരിലെ പൽഗാമിൽ സംഭവിച്ചത് എന്താണ്? പേര് ചോദിച്ചിട്ടാണ് വെടിവെച്ച് കൊന്നിരിക്കുന്നത്. അതിലൊരു മലയാളിയുണ്ട്, ഇടപ്പള്ളിക്കാരൻ രാമചന്ദ്രൻ. അയാളൊരു സ്വയം സേവകനായിരുന്നു, സംഘവുമായിട്ട് അടുത്ത് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റു ആൾക്കാരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഡ്രൈവറും ഉണ്ടായിരുന്നു. ഈ ഡ്രൈവറും ഇദ്ദേഹവും കൂടെ നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചിട്ട് ഇദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു. ഡ്രൈവറുടെ പേര് ചോദിച്ചു. ഡ്രൈവർ ഒരു ഇസ്ലാമായിരുന്നു, അതുകൊണ്ട് അയാളെ കൊന്നില്ല. അപ്പം ഇത് ഭീകരാക്രമണമല്ല, ഇത് ഹൈന്ദവർക്കെതിരെയുള്ള ആക്രമണമാണ്. വംശഹത്യ തന്നെയാണ് കാശ്മീരിൽ സംഭവിച്ചത്. ഇത് തന്നെയാണ് ബംഗാളിലും സംഭവിച്ചത്. ബംഗാളിലും പൂർണ്ണമായും അതൊരു ഹിന്ദു ഹത്യയായിരുന്നു, വംശഹത്യയാണ് അവിടെ സംഭവിച്ചത്. ഇനിയെങ്കിലും നമ്മൾ ഹിന്ദുക്കൾ ഈ സുഷുപ്തിയിൽ നിന്നൊന്ന് ഉണരണ്ടേ? നമ്മളെല്ലാം ഭക്തരാണ്, ഈശ്വരവിശ്വാസികളാണ്, ക്ഷേത്രങ്ങളിൽ പോകുന്നവരാണ്, ആരാധന നടത്തുന്നവരാണ്, ജപവും മന്ത്രവും കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷെ അതുമാത്രം മതിയോ? അതോടൊപ്പം ഭക്തിയോടൊപ്പം, അല്ലെങ്കിൽ ഭക്തിക്ക് മുകളിൽ നമ്മൾ ശക്തരാകണം. നമുക്ക് ക്ഷാത്രവീര്യം നഷ്ടപ്പെട്ടതാണ് ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദോഷം. നമ്മുടെ ഹിന്ദു ദേവതകളെല്ലാം ആയുധധാരികളാണ്. ഒരു ചെകിട്ടത്തടിച്ചാൽ മറു ചെകിട് കാണിച്ചു കൊടുക്കുന്നതല്ല ഹിന്ദുധർമ്മം. നേരത്തെ സ്വാമിജി പറഞ്ഞ പോലെ ആ രക്ഷ, ധർമ്മോ രക്ഷതി രക്ഷിത, ധർമ്മത്തെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നു, ധർമ്മം നമ്മെ രക്ഷിക്കുന്നു വിചാരിക്കുന്നു. അതേപോലെ അധർമ്മം കാണിക്കുന്നവരെ ശിക്ഷിക്കുകയും വേണം. ആ ശിക്ഷയും ഇതിൻ്റെ ഭാഗം തന്നെയാണ്. ആ രീതിയിൽ നമ്മൾ ശക്തരാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ സനാതനധർമ്മം ഇവിടെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുക. നേരത്തെ രജത് കുമാർജി പറഞ്ഞതുപോലെ ഭാരതം സനാതനധർമ്മത്തിൻ്റെ നാടാണ്. നമ്മൾ ഹിന്ദുക്കളുടെ നാടാണ്, ഹിന്ദു രാജ്യം തന്നെയാണ്. അതിന് ആരെന്ത് പറഞ്ഞാലും ഭാരതം ഹിന്ദു രാഷ്ട്രം തന്നെയാണ്, അതിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ആ ഹിന്ദു രാഷ്ട്രമായി ഭാരതത്തെ നമുക്ക് ഉയർത്തിപ്പിടിക്കണമെങ്കിൽ നമ്മളിവിടെ ജാതി വർണ്ണ വർഗ വ്യത്യാസങ്ങളെല്ലാം മറന്ന് ഹിന്ദു എന്ന 2 അക്ഷരം അതാണ് നമ്മെ നയിക്കുന്നത് എന്നുള്ള ധാരണയോടെ മുന്നോട്ട് പോകണം. എനിക്ക് തോന്നുന്നു ഹിന്ദുക്കളായിട്ട് ആരുമില്ലാത്തൊരു നാട് കേരളമാണ്. ബാക്കി നമ്മൾ വടക്കേ ഇന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഏത് ജാതി വർണ്ണ വർഗ വ്യത്യാസമുണ്ടെങ്കിലും അവിടെ ഹിന്ദുത്വം എന്നൊരു ചിന്തയുണ്ട്. ഇവിടെ ഹിന്ദുക്കളില്ല. ഇവിടെ നായരുണ്ട്, ഈഴവനുണ്ട്, നമ്പൂരിയുണ്ട്, നായാടിയുണ്ട്, പല 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 ജാതി വ്യവസ്ഥയിൽപ്പെട്ട ആൾക്കാരുണ്ട്. പക്ഷേ ഞാനൊരു ഹിന്ദുവാണെന്ന് പറയുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ നായരാണെന്ന് പറയും, അല്ലെങ്കിൽ ഞാൻ ഈഴവനാണെന്ന് പറയും, അല്ലെങ്കിൽ ഞാൻ നമ്പൂരിയാണെന്ന് പറയും, അതൊക്കെ പറയും. ഞാനൊരു ഹിന്ദുവാണ് എന്ന് പറയുന്ന എത്ര പേര് നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയും? അപ്പോൾ നമ്മൾ ജാതി വ്യവസ്ഥകളൊന്നും മാറണമെന്നല്ല ഞാൻ പറയുന്നത്. കാരണം അതെല്ലാം നമ്മുടെ ജനിച്ചപ്പോൾ തൊട്ട് നമ്മുടെ നെറ്റിയിൽ എഴുതപ്പെട്ട് വന്നതാണ്. പക്ഷെ അവിടെ ആ ജാതി വ്യവസ്ഥകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞാനൊരു ഹിന്ദുവാണ്, സ്വാഭിമാന ഹിന്ദുവാണ് എന്ന നിലയിൽ നമ്മൾ ഉയരുമ്പോൾ മാത്രമേ നമ്മൾ ഇവിടെ ഹിന്ദു എന്ന ഒറ്റക്കെട്ടായി മാറാൻ പറ്റൂ. കാര്യം ഇന്ന് നമുക്ക് ഇന്നത്തെ ഈ കാലഘട്ടം ഇപ്പം നമ്മളെല്ലാം ഒരുവിധമെങ്കിലും ഈ ഒരു ഹിന്ദു സംസ്കാരത്തിൽ നമ്മൾ ജീവിച്ചു പോകുന്നു. നാളത്തെ തലമുറയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തായിരിക്കും അവരുടെ അവസ്ഥ? എത്ര പുതിയ ആൾക്കാർ, പുതിയ തലമുറയിൽപ്പെട്ട എത്ര പേർക്ക്
ഹിന്ദു സംസ്കാരം അറിയാം, സനാതന ധർമ്മം അറിയാം, നമ്മുടെ ഈശ്വരീയതയെ പറ്റി അറിയാം. വളരെ അപൂർവമാണ്. അതിന് ഞാൻ ഒരിക്കലും ആ കുഞ്ഞുങ്ങളെ കുറ്റം പറയില്ല. ഇപ്പോൾ സ്വാമിജി നേരത്തെ പറഞ്ഞു ക്ഷേത്രങ്ങളിലെല്ലാം നമുക്ക് പഠനശാലകൾ നടത്തണമെന്ന്. നടത്താം, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പം തന്നെ പഠനശാലകളുണ്ട്. പഠനശാലകൾ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിലും ഉണ്ട്. ഈയിടയ്ക്ക് ഞാൻ വൈക്കത്ത് പോയപ്പോൾ അവിടെയുണ്ട് പഠനശാല. ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെ വരുന്ന 3-4 കുട്ടികളാണ്. ആചാര്യന്മാർ അതിൽ കൂടുതലുണ്ട്, പഠിപ്പിക്കാൻ വരുന്ന കുട്ടികൾ 3-4 ആണ്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? അപ്പോൾ കുട്ടികളെ ആരാണ് അവിടെ കൊണ്ടുവരേണ്ടത്? ആ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? മാതാപിതാക്കൾക്കാണ്. ഇപ്പം മറ്റ് മതങ്ങളെടുത്ത് നോക്കൂ. നിങ്ങൾ ഞായറാഴ്ചകളിൽ പള്ളികളിൽ പോയി നോക്കൂ, അവിടെ സൺഡേ സ്കൂളുകളുണ്ട്. ആ ഇടവകയിലുള്ള എല്ലാ കുട്ടികളും ആ സൺഡേ സ്കൂളിൽ പങ്കെടുക്കും. അതുപോലെ നിങ്ങളെല്ലാം യാത്ര ചെയ്യുന്നവരാണ്. നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കൂ, അതിവെളുപ്പം കാലത്ത് 5:30 മണി 6 മണിക്ക് തൊപ്പിയും വെച്ച് യൂണിഫോം ഇട്ട് കൊച്ചു കുഞ്ഞുങ്ങളുടെ കൈയും പിടിച്ച് മലപ്പുറമല്ല എല്ലാ സ്ഥലത്തും മദ്രസകളിലേക്ക് പോകുന്നവരെ കാണാം. എന്തുകൊണ്ട് ഹിന്ദുക്കളുടെ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൊണ്ടുപോയോ അല്ലെങ്കിൽ ഏതെങ്കിലും മതപഠനശാലകളിൽ കൊണ്ടുപോയോ മതം പഠിപ്പിക്കുന്നില്ല? ഞാൻ പച്ചയ്ക്ക് തന്നെ പറയുന്നു, മതമാണ് പഠിപ്പിക്കേണ്ടത്. ഹിന്ദുക്കൾക്ക് മതം പഠിപ്പിക്കേണ്ടില്ല, മതം പഠിപ്പിക്കണം. ഹിന്ദു മതം പഠിപ്പിക്കണം. ആ ഹിന്ദു മതം തന്നെയാണ് സനാതന ധർമ്മം, അത് പഠിപ്പിക്കണം. അവിടെ വർണ്ണവർഗ വ്യത്യാസങ്ങളൊന്നും പാടില്ല. നമ്മൾ എന്താണ് ഒരു ഹിന്ദുമായി തന്നെ ജീവിക്കണമെങ്കിൽ, ഈയിടയ്ക്ക് കേരളത്തിലൊരു പ്രധാനപ്പെട്ടൊരു ചാനൽ ഇവിടെ ഒരു വുമൻസ് കോളേജുകളിൽ ഒരു സർവേ നടത്തി. ഒരുപാട് പെൺകുട്ടികളോട് ചാനലിൻ്റെ ആ കോമ്പയർ ചോദിച്ചു, നിങ്ങളുടെ ഭർത്തൃസങ്കല്പം എന്താണെന്നാണ് ചോദിച്ചത്, നിങ്ങളുടെ വിവാഹത്തെ പറ്റിയുള്ള സങ്കല്പം എന്താണെന്ന് ചോദിച്ചത്. ഹിന്ദു പെൺകുട്ടികളിൽ 90% പെൺകുട്ടികളും പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനൊരു സങ്കല്പമില്ല, ഞങ്ങൾക്കിഷ്ടപ്പെടുന്ന ആരെ വേണമെങ്കിലും, മതം ഞങ്ങൾക്ക് വിഷയമല്ല, ഞങ്ങൾ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞു. അതേ കോളേജിലെ ഇസ്ലാം തട്ടമിട്ട കുറേ പെൺകുട്ടികളോട് ഇതേ ചാനലുകാർ ചോദിച്ചു, അവർ പറഞ്ഞു ഞങ്ങൾക്കത് പറ്റില്ല, ഞങ്ങൾ വളർന്നു വന്ന സാഹചര്യമുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിലെ സാഹചര്യമുണ്ട്, അതുമായിട്ട് ഒത്തുപോകുന്നവരെ മാത്രമേ ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ കഴിയൂ. അപ്പോൾ ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ട് നമുക്കത് പറയാൻ പറ്റുന്നില്ല? നമുക്കത് എന്ന് പറയാൻ പറ്റുന്നോ അന്ന് മാത്രമേ നമുക്ക് ഹിന്ദുവായി ജീവിക്കാൻ പറ്റൂ. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത തലമുറയെ തയ്യാറാക്കേണ്ടത്. അത് ഒരു സംഘടന വിചാരിച്ചാലോ അല്ലെങ്കിൽ കുറേ സംഘടന വിചാരിച്ചാലോ സന്യാസി വർഗം വിചാരിച്ചാലോ പറ്റില്ല. ഓരോരുത്തരും അവരവരുടെ വീട്ടിലുള്ള മാതാപിതാക്കൾ തന്നെ വിചാരിക്കണം. അപ്പോൾ അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി നമുക്ക് ഇനിയെങ്കിലും മുന്നോട്ടിറങ്ങാം. എന്തായാലും എന്നെ ഈ 2 വാക്ക് സംസാരിക്കാൻ ശ്രമിച്ച അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ ഭാരവാഹികൾക്ക്, പ്രത്യേകിച്ചും ഗോപാൽജിക്ക് എൻ്റെ നന്ദി അറിയിക്കുന്നു. ജയ് ഭാരത്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.